നമസ്കാരം. ഇറാന്റെ വെല്ലുവിളികൾക്കിടയിൽ ഹോർമുസ് കടലിടുക്കിലെ നാവിക ഉപരോധം ശക്തമാക്കാൻ ശ്രമിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇതിന്റെ ഭാഗമായിട്ടാണ് മേഖലയിലേക്ക് മൂന്നാമത്തെ വിമാനവാഹിനി കപ്പൽ കൂടി അയച്ചിരിക്കുന്നത്. ഇതിനിടെ അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനായി പാകിസ്ഥാന്റെ മണ്ണിൽ വീണ്ടും സമാധാന ചർച്ചകൾ നടന്നേക്കും. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി ഇതിനായി പ്രത്യേക നയതന്ത്ര സംഘത്തോടൊപ്പം പാകിസ്ഥാൻ സന്ദർശിക്കുമെന്നാണ് റിപ്പോർട്ട്. ഇസ്ലാമാബാദ്, മസ്കത്ത്, മോസ്കോ എന്നിവിടങ്ങളിലേക്കുള്ള പ്രാദേശിക സന്ദർശനത്തിന്റെ ഭാഗമായിട്ടാണ് അരാക്ചി പാകിസ്ഥാനിലെത്തുക. ഇന്ന് ഇസ്ലാമാബാദിലെത്തുന്ന അരാക്ചി യുഎസുമായി പുതിയ ഘട്ട സമാധാന ചർച്ച നടത്താൻ സാധ്യതയുണ്ടെന്ന് വിവിധ വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു. ചർച്ചകൾക്കായി അമേരിക്കയുടെ ലോജിസ്റ്റിക്സ് ആൻഡ് സെക്യൂരിറ്റി ടീം ഇതിനകം തന്നെ പാകിസ്ഥാനിലെത്തിയിട്ടുണ്ട്. പശ്ചിമേഷ്യയിലെ യുദ്ധസമാനമായ സാഹചര്യം അവസാനിപ്പിക്കാൻ ഈ നയതന്ത്ര ഇടപെടലുകൾ വഴി സാധിക്കുമെന്നാണ് പ്രതീക്ഷ. ഹോർമസ് കടലിടുക്കിലെ നാവിക ഉപരോധം കൂടുതൽ കർശനമാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് USS ജോർജ് H.W. ബുഷ് എന്ന കൂറ്റൻ വിമാനവാഹിനി കപ്പലിനെ ട്രംപ് നിയോഗിച്ചിരിക്കുന്നത്. ഇതോടെ കഴിഞ്ഞ 2 പതിറ്റാണ്ടിനിടയിലെ ഏറ്റവും ഉയർന്ന സൈനിക സാന്നിധ്യമാണ് മിഡിൽ ഈസ്റ്റിൽ അമേരിക്ക ഉറപ്പാക്കിയിരിക്കുന്നത്. ഇറാൻ തുറമുഖങ്ങളിലേക്കോ അവിടെ നിന്നോ ഉള്ള ഒരു കപ്പലിനെയും കടത്തിവിടില്ലെന്ന് US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്ത് പെന്റഗണിൽ നടന്ന പത്രസമ്മേളനത്തിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇറാന്റെ സായുധ ഗ്രൂപ്പായ ഹിസ്ബുള്ള വെടിനിർത്തൽ പ്രഖ്യാപനത്തെ തള്ളിക്കളഞ്ഞതിന് പിന്നാലെയാണ് ട്രംപിന്റെ ഈ നീക്കം. പാകിസ്ഥാനിൽ നടക്കാനിരിക്കുന്ന സമാധാന ചർച്ചകളിൽ നിന്ന് ഇറാൻ പിന്മാറിയതോടെ ഇറാൻ പിന്മാറിയതോടെ അവരെ സാമ്പത്തികമായി തളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ട്രംപ് നാവിക ഉപരോധം പ്രഖ്യാപിച്ചത്. കടലിടുക്കിലൂടെയുള്ള എല്ലാ സഞ്ചാരപാതകളും തങ്ങളുടെ നിയന്ത്രണത്തിലാണെന്നും ഇറാൻ ഇപ്പോൾ കടൽ കൊള്ളക്കാരെ പോലെയാണ് പെരുമാറുന്നതെന്നും ഹെക്സത്ത് കുറ്റപ്പെടുത്തി. ഇതിനിടെ അമേരിക്കൻ നീക്കത്തിനെതിരെ ഇറാനും ശക്തമായി തിരിച്ചടി നൽകുന്നുണ്ട്. ഹോർമുസ് കടലിടുക്കിൽ കടൽ ബോംബുകൾ വിന്യസിച്ചും വേഗമേറിയ ബോട്ടുകൾ ഉപയോഗിച്ചും എണ്ണക്കപ്പലുകൾ പിടിച്ചെടുത്തും ഇറാൻ പ്രതിരോധം തീർക്കുകയാണ്. കഴിഞ്ഞ ബുധനാഴ്ച 3 എണ്ണക്കപ്പലുകൾ ഇറാൻ ആക്രമിക്കുകയും 2 കപ്പലുകൾ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ ദൃശ്യങ്ങൾ ഇറാൻ മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. കടലിടുക്കിലെ സംഘർഷം മുറുകിയതോടെ ആഗോള എണ്ണ വിപണിയിലും വില കുതിച്ചുയരുകയാണ്. ലോകത്തിലെ എണ്ണ വിതരണത്തിന്റെ 5-1 കടന്നുപോകുന്ന പാത തടസ്സപ്പെട്ടതോടെ അമേരിക്കയിൽ ഗ്യാസ് വില ഗാലന് $4 മുകളിലെത്തി. വ്യാഴാഴ്ച ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വെച്ച് ഇറാന്റെ എണ്ണ കടത്തുകയായിരുന്ന മെജസ്റ്റിക് എക്സ് എന്ന കപ്പൽ അമേരിക്ക പിടിച്ചെടുത്തിരുന്നു. അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിക്കുന്ന കപ്പലുകൾ ലോകത്തിന്റെ ഏത് ഭാഗത്ത് വെച്ചും തടയുമെന്നാണ് പെന്റഗൺ നൽകുന്ന മുന്നറിയിപ്പ്. ഇതിനിടെ ഏപ്രിൽ 19 ഇറാന്റെ വാണിജ്യ കപ്പലായ തുസ്ക അമേരിക്ക നിയമവിരുദ്ധമായി പിടിച്ചെടുത്തതിനെ അപലപിച്ച് ഐക്യരാഷ്ട്രസഭയിലെ ഇറാന്റെ പ്രതിനിധി സംഘം പ്രസ്താവന പുറപ്പെടുവിച്ചു. എക്സിൽ പങ്കുവച്ച പ്രസ്താവനയിൽ കപ്പലിൽ അത്യാവശ്യമായ ഡയാലിസിസ് സാമഗ്രികളും മെഡിക്കൽ ഉപകരണങ്ങളുമാണ് ഉണ്ടായിരുന്നതെന്നും കപ്പൽ പിടിച്ചെടുത്ത നടപടി അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നും ഇറാൻ അവകാശപ്പെട്ടു. ഈ നിയമവിരുദ്ധമായ നടപടി മനുഷ്യജീവന് ഭീഷണിയാകുകയും കപ്പൽ ഗതാഗത സ്വാതന്ത്ര്യത്തെ തകർക്കുകയും അവശരായ രോഗികളെ ഗുരുതരമായി അപകടത്തിലാക്കുകയും ചെയ്യുന്നുവെന്നും പ്രസ്താവനയിൽ പറയുന്നു. ഉത്തരവാദികളായവർ ഇതിന് ശിക്ഷിക്കപ്പെടണമെന്നും ഇറാൻ വ്യക്തമാക്കി. അതേസമയം ചർച്ചകൾക്ക് മുന്നോടിയായി തന്നെ അമേരിക്കയുടെ ലോജിസ്റ്റിക്സ് സുരക്ഷാ സംഘങ്ങൾ നേരത്തെ തന്നെ പാകിസ്ഥാനിലെത്തിയിരുന്നു. ഇറാൻ വിദേശകാര്യമന്ത്രിയും പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രി ഇഷാഖ് ദറും തമ്മിൽ കഴിഞ്ഞ ദിവസം നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിന് പിന്നാലെയാണ് നിർണായകമായ നീക്കം. ഏപ്രിൽ 11-12 തീയതികളിൽ നടന്ന 1ാം ഘട്ട ചർച്ചകളിൽ പുരോഗതി ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ 2ാം ഘട്ടത്തിന് വഴിയൊരുങ്ങിയിരിക്കുന്നത്.